ശ്രീ പരീക്ഷിത്തിൻ്റെ രാജ്യഭാരം. നിർമ്മലനിന്ദ്രാത്മജനന്ദനാത്മജൻ പിന്നെ ധർമ്മേണ ഭൂമണ്ഡലം രക്ഷിച്ചു വാഴും കാലം ദിഗ്ജയത്തെ ചെയ്വതിനായിക്കൊണ്ടു സിംഹധ്വജയുക്തമാം മഹാരഥത്തിന്മേലേ നടക്കുമ്പോൾ സത്തുക്കൾ നാനാദിശി നിന്നു ശ്രീകൃഷ്ണോദന്തമിശ്രമായിരിപ്പോരു പാണ്ഡവചരിതങ്ങൾ സന്തതം പാടിയിടുന്നതന്തരാ കേട്ടു സന്തോഷിച്ചനുഗ്രഹം ചെയ്തവനീശൻ സഞ്ചരിച്ചിടും നേരം പൂർവവാഹിനിയായോരഞ്ജിത സരസ്വതി തന്നുട തീരത്തിങ്കൽ ചെന്നു നിന്നളവു തൻ മുന്നിലാം മാറങ്ങു കാലൊന്നായി നിന്നൊരു പശുവോടു ഗോവൂക്ഷുത്തമൻ ചോദിച്ചാൻ പല പല ദുഃഖകാരണം പ്രതിപാദിച്ചാൻ ഭവാൻ ചൊന്നതൊക്കെയുണ്ടിപ്പോളേ എൻ്റെ ശോകത്തിൻ മൂലമതിന്നോർത്തോളമകതാരിൽ ശ്രീകൃഷ്ണവിയോഗത്തെ സഹിച്ചുകൂടായെന്നു ഖേദിച്ചീവണ്ണം പറഞ്ഞീടിന പശുവിനെ ബാധിപ്പാനടുത്തൊരു ശൂദ്രാധിപതിയെയും ഭൂപതി പ്രവരൻ കണ്ടതിനു നേരെ ചെന്നു ചാപത്തെ കുലച്ചുകൊണ്ടാൻ നീ നിൻ വേഷം കണ്ടാൽ രാജത്വം തോന്നും കർമാരംഭം കണ്ടോളം മനോവ്യാജത്വം ചേർന്ന ഹീനജാതിത്വത്തെയും തോന്നും ശ്രീകൃഷ്ണാർജുനന്മാരാം ദിവ്യന്മാർ നിത്യം സർവശോകത്യാഗാർത്ഥം രക്ഷിച്ചിടിന രാജ്യത്തിങ്കൽ ഞാനിപ്പോളൊരു നാഥൻ ബാലനെന്നിരിക്കിലും മാനിച്ചീ വണ്ണം സാധുദ്വേഷത്തിനൊരുമ്പെട്ട നിന്നെ കൊന്ന ധർമ്മത്തെ നീക്കുവാൻ മതിയെന്നു ചൊന്നവൻ പിന്നെ പശുമിഥുനത്തോടു ചൊന്നാൻ നിങ്ങളാരിരുവരുമെന്തിനായിവനിങ്ങു വന്നുടനുപദ്രവിച്ചിടുവാൻ തുടങ്ങുന്നു ചൊന്നാലും പരമാർത്ഥമെന്നോടു മടിയാതെ ദുർമതം ചെയ്വാനൊരുമ്പെട്ടു വന്നടുത്തവൻ ദേവേന്ദ്രൻ ത്രിഭുവനാധീശനെന്നിരിക്കിലും തോൾവളയോടും കൂടെ ഛേദിപ്പൻ കരങ്ങൾ ഞാൻ കേവലമേവം നരേന്ദ്രോത്തമൻ ചൊല്ലിയിടുന്ന ഗോവുകൾ കേട്ടു ഗോവുക്ഷുത്തമൻ ചൊന്നാനപ്പോൾ എന്തടോ ചൊല്ലിയിടുന്നതോരോരോ ജനങ്ങളാൽ എന്തെല്ലാം അധർമ്മങ്ങളുണ്ടിപ്പോൾ ചെയ്തിടുന്നു സന്താപനിമിത്തങ്ങൾ എന്തവയെല്ലാം വേറെ സന്തതം ചൊല്ലിയിടുന്നതേറിയ ഗുണങ്ങൾ കുന്തി നന്ദനന്മാർക്കുള്ള അഭിപ്രായങ്ങളെല്ലാം ചിന്തിച്ച വണ്ണം ലഭിപ്പിച്ചു താൻ പിരിയാതെ ബന്ധുവായിരുന്നോരു മാധവഭക്തന്മാർക്കു സന്തതിയായുണ്ടായ നിന്നുട വചനങ്ങൾ യോഗ്യമീ വണ്ണം ചൊന്നതെത്രയും ഉചിത സന്മാർഗസമ്മതമിതമെന്നെല്ലാം പ്രശംസിക്കും ഭാസ്കരാത്മജൻ വചോ മാർഗസമ്മാനം കേട്ടു കാൽക്ഷണം വിചാര്യ ഭൂപാലകൻ ചൊല്ലിയിടിനാൻ ഞാനഹോ ഭവാന്മാരെ അറിഞ്ഞേൻ ദുഃഖത്തിനും മനസേ നിമിത്തമെന്തെന്നതുമിവനേകൻ പാദജൻ ദ്വേഷത്തിനു വന്നടുത്തവനെയും ഖേദങ്ങളൊഴിച്ചിനി രക്ഷിപ്പനെന്നീ വണ്ണം വാളെടുത്തടുത്തതു കണ്ടതി പിത്വാ വീണു ചീളന്നു നമസ്കരിച്ചിടിനാൻ ശൂദ്രന്താനും അഞ്ജലിഹസ്തത്തോടെ നിന്നതു കണ്ടു പുനരഞ്ജസാ നരവരൻ മന്ദഹാസാനന്തരം ചൊല്ലിനാൻ ധനഞ്ജയൻ തന്നുടെ യശസ്സുകൊണ്ടെല്ലാ ലോകവും പരിപാലിക്കും മമാധീനെ നീയൊരു വിരോധിയുണ്ടാകയാൽ ഉപദ്രവമായി തീർന്നു ശരണം പ്രാപിക്കയാൽ കൊല്ലുന്നീല പോകണം മമ വിഷയത്തിങ്കൽ നിന്നു പുറത്താകണമെന്നിങ്ങനെ കെട്ടൊരു ശൂദ്രൻ താനും ശോകം പൂണ്ടുര ചെയ്താൻ സാർവഭൗമനാം ഭവാനാകയിങ്ങടക്കി വാണിയിടുന്നു ഭൂമണ്ഡലം
പോയാലില്ലൊരിടത്തും വസിപ്പാനെനിക്കു നിർമായയാ മമ സ്ഥാനം കൽപ്പിക്കദയാനിധേ. ഇത്തരമർത്ഥിച്ചൊരു കലിതൻ നിവാസത്തിനുത്തമ നൃപൻ കൽപ്പിച്ചിടിനാൻ തൽസ്ഥാനങ്ങൾ. സന്തതം ചൂതു പൊരുതുന്നേടത്തും സുരാപാനമന്ദമെന്നിയേ ചെയ്തിടുന്നവങ്കലും. പിന്നെ പന്തൊക്കും മുലമാർബുത്തു ഉള്ളവരിലും രുക്മപംക്തികൾ തോറും സർവഹിംസാകാരങ്കലും. ചെന്നുടൻ അഞ്ചിടത്തുമിരിപ്പാൻ നിയോഗിച്ചു മന്നവൻ കലി തന്നെ മറ്റുള്ളയിടങ്ങൾ തോറും. നിന്നുടനാട്ടിക്കളഞ്ഞന്വഹമത ധർമ്മം തന്നുടെ പദങ്ങളെ സന്ധിപ്പിച്ചവനിയെ നന്നായാശ്വസിപ്പിച്ചു രക്ഷിച്ചു പലകാലം. ചെന്നളവൊടുക്കം ശ്രീശുകനെ ഗുരുവാക്കി ബ്രഹ്മജ്ഞാനവും ഗ്രഹിച്ച മുനീന്ദ്രനാൽ ചെമ്മേ നിർമ്മലാനന്ദം പൂണ്ടു ഭഗവത് കഥകളും സംഘാതിദോഷങ്ങളെ തീർത്തുടൻ കേട്ടു ഗംഗാതീരത്തിങ്കേന്നു ദേഹത്യാഗവും ചെയ്താൻ. ശ്രീ പരീക്ഷിത്തിന് സർപ്പം കടിച്ചു മരിപ്പാനുണ്ടായ ബ്രാഹ്മണശാപം. ഇങ്ങനെ കേട്ട നേരം ശൗനകൻ സൂതൻ തന്നോടെങ്ങനെ ശുകൻ നൃപാചാര്യനായി ചമഞ്ഞതും മന്നവനാത്മജ്ഞാനമങ്ങുപദേശിച്ചതും അന്യൂനഭക്ത്യാ ഭഗവത് കഥ കേൾപ്പിച്ചതും സന്ദേഹമൊഴിച്ചു ചൊൽകുന്നതു കേട്ട നേരം വന്ദിച്ചു ശുനകജനോടു സുതനും ചൊന്നാൻ. മന്നവൻ അഭിമന്യു നന്ദനൻ രാജ്യം പാലിച്ചുന്നത ഭക്ത്യാ രാജധർമ്മേണ വാഴും കാലം. ചെന്നിതു വയസ്സറുപത്താറു സംവത്സരം. അന്നൊരു ദിനം നായാട്ടിന്നു പോയി വനം പുക്കാൻ. മധ്യാഹ്ന താപമേറ്റു നായാടി ശ്രമിക്കുമ്പോൾ എത്രയും വരണ്ടൊരു ജിഹ്വയോടവനീശൻ സൽക്കാരപൂർവം നമുക്കാരുപോൽ കുറഞ്ഞൊരു പുഷ്കരം തരുവതെന്നന്വേഷിച്ചിടുന്നേരം കണ്ടിതങ്ങടുത്തൊരു താപസാശ്രമം. തത്ര കുണ്ഠതയൊഴിഞ്ഞതിലുണ്ടൊരു തപോധനൻ യോഗാഭ്യാസവും ചെയ്തു വാഴുന്നു താനേ തന്നെ. വേഗമോടവൻ മുന്നിൽ ചെന്നു ചോദിച്ചാൻ നൃപൻ, ആരുള്ളതിവിടെ എങ്ങാരിതന്നിരിക്കുന്ന താരാനും കുറഞ്ഞൊരു വാരി നൽകുവാനുണ്ടോ? കേവലം നരവരനീ വണ്ണം ചോദിച്ചതു താപസൻ സമാധിയിലുറപ്പിച്ചിരിക്കയാൽ. കേട്ടതില്ലതു തന്നെ ധിക്കരിക്കയാലത്രേ കൂട്ടാക്കായ്വതിന്നെന്നതോർത്തുടൻ നോക്കുന്നേരം മുമ്പിലങ്ങവിടെ കാണാകിയ മൃതസർപ്പം അമ്പുകൊണ്ടെടുത്തുടൻ ചുമലിലിട്ടിടിനാൻ. താപസനതും ചുവന്നിരിക്കുന്നേരം പശ്ചാത്താപമാനസനായ ഭൂപതി മന്ദം മന്ദം സേനയാസാകം നിജരാജധാനിക്കു നടന്നാനതു കണ്ടാൻ. കൃശനെന്ന മാമുനിസുതൻ ലോകേശാജ്ഞയാ നാഗം മേ വിനശമീ കജനാകിയ സഖിയോടു ചൊല്ലിനാൻ പരിഹാസാൽ. താതവൃത്താന്തം കേട്ടു ശൃംഗിയും കോപാദ്വിഷ്ണുരാധനെ ശപിച്ചു നിന്നിടിനാൻ മടിയാതെ. സാധുപാലനത്തിനു മുന്നമേ വിധിച്ചൊരു മേദിനീപതി കുലജാതനാം നൃപാധമൻ ബോധമെന്നിയേ മമതാതനോടിച്ചെയ്തപരാധ കാരണം. ഇന്നേക്കേഴാം നാളഹീന്ദ്രനാം തക്ഷകൻ കടിച്ചുടനെത്തുക മരണമെന്നക്ഷണം ശപിച്ചു ചെന്നച്ഛനെ വണങ്ങുവാൻ. കഴുത്തിൽ കിടക്കും കാഗോദരകുണപം ചെറ്റഴുക്കു പുരളാതെ എടുത്തു കളയുമ്പോൾ രമിച്ചു സമാധിസ്ഥനാകിയ ശമീകനും സമചക്ഷുർഭ്യാം മിഴിച്ചുടനെ നോക്കുന്നേരം നമസ്കാരവും ചെയ്തു തൊഴുതു നിവർന്നു സംഭ്രമിച്ചാത്മജനെ കണ്ടെന്തിതെന്നനുക്ഷണം
ചോദിച്ച പിതാവിനോടുണ്ടായ വൃത്താന്തങ്ങൾ ഖേദിച്ചങ്ങുണർത്തിച്ച വാണികൾ കേൾക്കായപ്പോൾ താപസപ്രവരനും പുത്രനോടുര ചെയ്താൻ, നീ പരമാർത്ഥഗ്രാഹിയല്ലെന്നു വന്നതിപ്പോൾ. കേവലം സപ്തവ്യസനങ്ങളാൽ ഓരോ വിധം ഭൂവരന്മാർക്കു പരിഭ്രമങ്ങളുണ്ടായി വരും. സാധുക്കളവയെല്ലാം അറിഞ്ഞു പൊറുക്കുന്നു. ക്രോധിച്ചു ശപിക്കുന്നതാചാരമല്ലീ വണ്ണം. ഭഗവൽ ഭക്തനായ നൃപനെ ശപിക്കയാൽ ഭഗവൽ പ്രസാദവും നമുക്കില്ലെന്നല്ലല്ലീ വരുന്നു. പുനരതുകൂടാതെ സന്തോഷിപ്പാൻ പരനായിക്കൊണ്ടു നമസ്കാരമെപ്പോഴും നാഥ പിരഞ്ഞീ വണ്ണം പറഞ്ഞിരുന്ന മഹാമുനി. തിരഞ്ഞു ഗൗരമുഖനാകിയ ശിഷ്യോത്തമം വിളിച്ചു രഹസ്യമായരുളി ചെയ്തിടിനാൻ. ഇളച്ചീടരുതു ഞാൻ പറയുന്നതു കേൾനീ. തെരിക്കെന്നിപ്പോൾ തന്നെ കുരുക്ഷേത്രത്തെ പ്രാപിച്ചിരിക്കും നൃപനോടീ അവസ്ഥയെല്ലാം ഭവൻ. പരക്കെ അറിയാതെ ചൊല്ലണം നരവരൻ, ധരിക്കും വണ്ണമെന്നങ്ങയച്ചോരളവൻ. സുരശ്രേഷ്ഠാകാരം തോറ്റിരിക്കും പുരം പൊക്കു. നരശ്രേഷ്ഠനെ കണ്ടുണ്ടായ അവസ്ഥകളെല്ലാം ധരിപ്പിച്ചളവൻ തന്നെ താൻ സമ്മാനിച്ച അങ്ങിരുത്തി നമസ്കരിച്ചുരു പ്രീത്യർത്ഥം ചൊന്നാൻ. മുന്നമേ മരിച്ചിരിപ്പോരു ഞാൻ ജഗന്നാഥൻ തന്നനുഗ്രഹത്തിനാൽ ജീവിച്ചേനിത്ര നാളും. ഇന്നിനി മതി അതെന്നുടെ പരമാത്മാ തന്നുടെ നിയോഗത്തിലെന്തു സങ്കടം മുനേ. നന്നതു മരണമുണ്ടിന്ന നാളിനി നിനക്കെന്നതം മഹാത്മാവിനെന്നോടിങ്ങറിയിപ്പാൻ. തന്നുള്ളിലുദിച്ചതുമീശ്വരാധീനം നമുക്കെന്നിരിക്കലും അതിനൊന്നു ചെയ്യണം ഭവാൻ. ചെന്നിനി മുനിവരന്മാരോടു പരലോകത്തിനടിയനുമേലിൽ നല്ലതു വരും വണ്ണം ഖിന്നതയൊഴിഞ്ഞനുഗ്രഹിപ്പാനുണർത്തിക്കെന്നന്യൂനാദരം മുനിശിഷ്യനെ പറഞ്ഞുടൻ. വന്ദനപൂർവം ക്ഷമാ നമസ്കാരാഭ്യർച്ചനാനന്ദസാധനങ്ങൾ കൊണ്ടന്യൂനാദരഭക്ത്യാ തന്നെയും പരനെയുമൊന്നായി കണ്ടവനീശൻ. പിന്നെയും നമസ്കരിച്ചഞ്ജലിഹസ്തത്തോടെ വന്ദനപൂർവം പരിചോടയച്ചനന്തരം മന്ദമെന്നിയേ മനഃകർണികാഗ്രാന്തർഭാഗേ. തന്നുള്ളിൽ സകലാത്മാ തന്നെയും ധ്യാനിച്ചു കൊണ്ടുന്നതഭക്ത്യാ രാജൈശ്വര്യാദി സമസ്തവും പുത്രങ്ങൾ സമർപ്പിച്ചങ്ങേഷണത്രയങ്ങളും നിത്യരാഗാദികളും തെക്വാപി സവിദ്രുതം. വിഗ്രഹം മാത്രം പരിഗ്രഹിച്ചു സംഘങ്ങൾ തന്നുൾക്കാമ്പിലൊന്നിങ്കലും കൂടാതെ നിരന്തരം തക്ഷകൻ വന്നുദംശിച്ചിടായ് വാനാകും വണ്ണം രക്ഷകൾ സിദ്ധൌഷധമന്ത്ര യന്ത്രാദ്യങ്ങളാൽ തൽക്ഷണേ ചെയ്യിപ്പിച്ചു ജാങ്കലികാഢ്യന്മാരാം ഇക്ഷിതിസുരന്മാരോടൊത്തുടൻ പിരിയാതെ. തൽക്ഷണേ മൃത്യുഞ്ജയ ജപങ്ങൾ കർമ്മങ്ങളും അത്യരം ഹോമങ്ങളും കൃത്വാ ദക്ഷിണകളും വിപ്രസദ്യാദികളും ഓരോരോ വിധം ക്രമാൽ ഉൽപ്പന്നാനന്ദചിത്തനായി തുടങ്ങിനാൻ മേൽമേൽ. തക്ഷന്മാർ തമ്മെ വിളിപ്പിച്ചുകൊണ്ടനുക്ഷണം വൃക്ഷങ്ങൾ വെട്ടിക്കുറപ്പിച്ചതതിലഘുതരം. ഗംഗയിലേകസ്തംഭാഗ്രത്തിങ്കൽ ദുരാരോഹമംഗലപ്രാസാദവും തീർപ്പിച്ചു സമാപ്തിയാം. ധർമ്മകർമാദികളും ചെയ്യിച്ചു ദാനങ്ങളും നിർമ്മലം ചെയ്തു ശുദ്ധ്യാ സർവാശീർവാദത്തോടും. ചെന്നതിൻ മുകൾ മധ്യേ പുക്കുദർഭകൾ വിരി ഉന്നതനനശനം ദീക്ഷിച്ചങ്ങു ദീജിയെ നോക്കി വാണരുളിനാൻ മോക്ഷകാമ്യാർത്ഥമെന്നു
കേൾക്കയാൽ അവനീ ദേവന്മാരും മുനീന്ദ്രരും ശീഘ്രമങ്ങുടൻ വന്നു പാർത്ഥിവൻ തന്നെ കണ്ടു. വായ്ക്കുമുൾത്താപം പൂണ്ടു സംഭാവിച്ചതു നേരം. ഗോത്രജിൽ സുതാത്മജനന്ദനവർകളെ നേത്രഗോചരന്മാരായുദ്ധായ നമസ്കൃത്വാ പാദ്യാർഘ്യാസനാദ്യങ്ങൾ കൊണ്ടു പൂജിച്ചു വന്ദിച്ചാസ്തയാ സൽക്കാരം ചെയ്തിരുത്തിയിരുന്നുടൻ. കാർത്തികേയോപമാനൻ മെല്ലവേ ചൊല്ലിയിടിനാൻ. ആർത്തനായി ചമഞ്ഞു ഞാനിങ്ങനെ ബലാലിപ്പോൾ നായാടി ശ്രമിച്ചിങ്ങു പോരുമ്പോൾ എന്തെന്നില്ലാതായ സംഭ്രമം കൊണ്ടു ഭൂദേവകോപത്താലേ ശാപവുമെനിക്കേറ്റിതേഴാം നാൾ മരണം പോലാവൽ കാരണം. അതും ഈശ്വരമതമല്ലോ. ഖേദമെല്ലെനിക്കിതിനേതുമേയൂയം മമ മോദമാർന്നനുഗ്രഹിച്ചിടുകിൽ വഴി പോലെ. കേവലമല്ലെങ്കിലിന്നാരും ഗതിയേതും ആവോളം കാരുണ്യമുണ്ടാകണമെല്ലാവർക്കും. ഭൂമിപനേവം നമസ്കാരേണ ചൊല്ലിയിടുമ്പോൾ മാമുനിമാരും ദ്വിജന്മാരുമെല്ലാരും തമ്മിൽ ചൊല്ലിനാനൊരുമിച്ചു ചിന്തിച്ചു നിരന്തരം. സ്വർലോകാധിപൻ മുതലായവരെല്ലാവരും കല്യമോദേന ബഹുമാനിച്ചു പോരും. നൃപനല്ലൽ വന്നകപ്പെട്ടതെല്ലാം ഈശ്വരമതം. താനറിയാതെ ചെറിയോരപരാധം ചെയ്ത മാനവേന്ദ്രനെ ക്രോധിച്ചിങ്ങനെ ശപിക്കയാൽ ഭൂദേവോത്തമശാപം തടുക്കാവതല്ലെങ്കിലും മേദിനീപതിയോടു ചേർന്നു നാം പിരിയാതെ വാസം ചെയ്യേണമേഴുവാസരം കഴിവോളം. വാസുദേവനെ സേവിച്ചെല്ലാവരും കൂടെ തന്നെ സാദരമേവം പ്രവചിച്ചവരൊരുമിച്ചു മാധവരാതം സംഭവിച്ചിരുന്നീടുങ്കാലം. പ്രീതനായവനീശൻ താപസകുലവരവ്രതവന്ദനം ചെയ്തു പിന്നെയും ചൊല്ലിയിടിനാൻ. ഈ കാണാകിയ ഭവാന്മാരിൽ വച്ചേകൻ തെളിഞ്ഞുൾക്കാമ്പിലുടൻ പ്രസാദിക്കില്ലെന്നപ്പോൾ തന്നെ നിശേഷ കാര്യങ്ങളും സിദ്ധങ്ങളെല്ലാവർക്കും നിശ്ചയം കില്ലില്ലേതുമിങ്ങനെയുള്ളോരെല്ലാം. ചിത്തകാരുണ്യം കലർന്നെന്നിൽ വാത്സല്യം വളർന്നൊത്തഭിയുക്തന്മാരായി ഇങ്ങനെ വസിക്കയാൽ മർത്യജന്മത്തിൻ ഫലം സിദ്ധിച്ചേൻ ഭാഗ്യവശാൽ. ഉത്തമശ്ലോകൻ പദയുഗ്മമാശ്രയം വിഭോ. നിങ്ങളിങ്ങെനിക്കിനി മൃത്യുകാലത്തിങ്കൽ ഞാൻ എങ്ങനെ വേണ്ടു പുനരെന്നരുൾ ചെയ്തിടണം. മംഗളകരമായ കൈവല്യം വരുത്തുവാൻ ഇങ്ങെളുതായുള്ളതെന്തിങ്ങനെ ചോദിച്ചപ്പോൾ തങ്ങളിൽ വിചാരിച്ചു പിന്നെയും മുനീന്ദ്രന്മാർ. ഇങ്ങനെ സാർവഭൗമനാക്കിയ നൃപവരൻ ഭഗവത് ഭക്തി തന്നിൽ മുഴുകിച്ചമഞ്ഞൊരു ഭഗവത് ഭക്തൻ തനിക്കുടനെ പരഗതി വരുവാനെളുതായെന്നുള്ളതെന്നവർ അവരരിയ വേദാന്ത ശാസ്ത്രാദികൾ വലറ്റിലും നല്ലതേതെന്നു ചൊല്ലിക്കൊടുപ്പാനരുതാഞ്ഞു. വല്ലാതെ വലഞ്ഞവരെല്ലാരുമിരിക്കുമ്പോൾ ചൊല്ലെഴും പൗരാണികാചാര്യനന്ദനനായ കല്യാണാലയൻ കരുണാംബുധി തപോനിധി തുല്യചേതസാ സർവലോകാനുഗ്രഹാർത്ഥമായി അല്ലലെന്നിയെ പെരുമാറിന ദിഗംബരൻ ഗർഭസ്ഥനായ നേതാൻ മുക്തനായി ഉളവായ മുഗ്ധമോഹന രമണീയ സുന്ദരരൂപൻ. പുത്രനെ വിളിച്ചളവച്ഛനു ചരാചരൈരരുത്തൊരുമിച്ചു ചേർന്നൊന്നായി വിളി കേൾക്കുന്നവൻ. സ്വസ്ഥനായി നരേന്ദ്രവൃത്താന്തങ്ങളറിഞ്ഞുടൻ ഉത്തമശ്ലോകൻ നിയോഗത്തിനാലതു കാലം. ശ്രീശുകമഹാമുനി താനതിമന്ദം മന്ദം ആശുശുക്ഷണി ദേവനാശകൾ മിന്നും വണ്ണം
ഭൂപതി തന്നെ കാൺമായാൻ അവതാരം ചെയ്താൻ. താപസന്മാരും കണ്ടു വിസ്മയിച്ചനുക്ഷണം. പ്രത്യുത്ഥാനാദ്യാചാര പൂജാവന്ദനങ്ങളും കൃത്വാ തത്സംഭാരംഗേ നൽകിനാർ മന്യസ്ഥാനം. പൃഥ്വീശൻ താനും കണ്ടു വന്ദിച്ചു സസംഭ്രമമുദ്ധായ നമസ്കരിച്ചഞ്ജലിബന്ധത്തോടും ഭക്തൈവ പാദ്യാർഘ്യാദികൾ കൊണ്ടു പൂജിച്ചങ്ങൊരു ഭദ്രപീഠത്തിലാ മാറിരുത്തിയഥോചിതം. സത്വരം നരവരേന്ദ്രോത്തമനായ ഭവാൻ ഉത്തമാസനേ വസിക്കെന്നഥ മുനീന്ദ്രനും സ്വച്ഛമായരുൾ ചെയ്തു മറ്റുള്ള മുനീന്ദ്ര ഭൂനിർജരാദികളെയും അച്യുതാത്മനാ തന്നെ വിശ്വനാഥനെ പ്രാർത്ഥിച്ചിരിപ്പിൻ മുന്നെപ്പോലെ. വിശ്വാസഭക്ത്യാ മുഹുരെന്നരുൾ ചെയ്ത നേരം സൽക്കാരം പരിഗ്രഹിച്ചുൾക്കാമ്പു തെളിഞ്ഞുടൻ ഒക്കെ എല്ലാരും ഇരുന്നിടിനോരനന്തരം. മുഗ്ധഹാസവും പൂണ്ടു മറ്റുള്ള മുനീന്ദ്രന്മാർ വിഷ്ണുരാധനെ സംഭാവിച്ചരുൾ ചെയ്തിടിനാർ. ഞങ്ങളോടിവിടെ ചോദിച്ച ചോദ്യത്തെ പുനരങ്ങിരുന്നലസാതെ ശ്രീശുകൻ തന്നോടിപ്പോൾ മന്ദതയൊഴിഞ്ഞു ചോദിച്ചു കൊണ്ടാലും സർവസന്ദേഹമൊഴിഞ്ഞു കേൾക്കായി വരുമെല്ലാവർക്കും. സർവജ്ഞനായ മുനീന്ദ്രോത്തമനരുൾ ചെയ്താൽ സർവസമ്മതം വരുമില്ല സംശയമേതും. ദിവ്യസംവാദം കലിയുഗത്തിലിനിമേലിൽ അവ്യാജം പരോപകാരത്തിനായുള്ളൊന്നല്ലോ. കീർത്തിയും യുഗാന്തകാലത്തോളം നമുക്കെല്ലാം പ്രാപ്തമായി വരും സർവലോകേഷു നിരന്തരം. ചോദ്യം ചെയ്താലും ഭവാൻ എന്നെല്ലാം ആകന്തെളിഞ്ഞാസ്തയാ മുഹുർമുഹുരാജ്ഞാപിച്ചതു നേരം. പാർത്ഥിവൻ താനും നമസ്കാരം ചെയ്താംനായ വ്യാസാത്മജ പദാന്തികെ പേർത്തു പേർത്തെഴുന്നുടൻ. സ്വേച്ഛയാ വിനീതനായ അഞ്ജലിഹസ്തത്തോടെ വാഗ്മിയാം നൃപൻ മധുരാക്ഷരവാചാ ചൊന്നാൻ. നിന്തിരുവടി തുലോമന്ധനാമടിയനെ സന്തതമനുഗ്രഹിച്ചിടുവാനായിക്കൊണ്ടിപ്പോൾ ചിന്താചഞ്ചലമൊഴിഞ്ഞെഴുന്നള്ളിയ മൂലം അന്തരാ സഫലമായി വന്നിതു മമ ജന്മം. നിത്യമീ വണ്ണം തന്നെ സജ്ജന സംസർഗത്തിൻ എത്തുകിലിതിന്മീതേ മറ്റിഹലോകത്തിങ്കൽ. മർത്യന്മാർക്കൊരു പുണ്യവർദ്ധനമെന്തൊന്നുള്ള അത്യന്തമതിനനുഗ്രഹിക്കേണമേ വിഭോ. സേവിച്ചോളവും പുണ്യക്ഷേത്രങ്ങൾ തീർത്ഥങ്ങളും ഭാവിച്ചിടുന്നു പവിത്താകൃതി നിരന്തരം. കേവലം ദർശിക്ക മാത്രത്താലേ സാധുക്കളും പാവനമായിടുന്നു പാതകീയകങ്ങളും. ആകയാൽ അവമാനമിങ്ങെനിക്കകതാരിൽ ഏകദാ ഭവിക്കരുതാരിലുമൊരിക്കലും. ഭൂദേവാദ്യഖില സാധുക്കളിൽ വിശേഷിച്ചും ആദരാൽ അതിശയഭക്തിയുമുണ്ടാകണം. നാനായോനികളിൽ ഇങ്ങുത്ഭവിക്കിലും മമ മാനസേ ഹരിപദ ഭക്തിയുമുണ്ടാകണം. പിന്നെ ഇങ്ങെനിക്കേറ്റ ശാപത്താലേഴാം ദിനം തന്നെ ഞാൻ മരിക്കുമെന്നുള്ളതും നൂനമല്ലോ. എന്നാൽ എന്തപ്പോൾ പരലോകപ്രാപ്തിക്കായൊന്നു മുന്നേ ചെയ്യേണ്ടതെന്നും കേൾക്കേണ്ടതെന്തൊന്നെന്നും വന്ദിച്ചു പൂജിക്കേണ്ടതാരെയെന്നതും മുഹുരെന്നുള്ളിൽ ധ്യാനിക്കേണ്ടതെങ്ങനെ ഞാനെന്നതും നന്നായിങ്ങനുഗ്രഹിച്ചാനന്ദം വരും വണ്ണം സന്ദേഹമൊഴിച്ചരുൾ ചെയ്യണം ദയാനിധേ. നമസ്തേ മഹാത്മനേ പരമാത്മനേ നമോ. നമസ്തേ തവദാസശിഷ്യോഹം പ്രസീദമേ. നമസ്കാരേണ മുഹു സ്തുതിച്ചീവണ്ണം ഗുരുസമക്ഷം സുരേന്ദ്രനെപ്പോലെ ഭൂപതി വീരൻ. നമിച്ചു തൊഴുതു
കൈയിണകൾ കൂപ്പിത്തന്നെ സുമത്യാശയാവസിച്ചിടിനാൻ സുഖാസനെ. ക്രമത്താലേവം പ്രതിപാദ്യാർത്ഥം പുരാണസ്യ നിമിത്തസംക്ഷേപാധികാരനിർദ്ദേശങ്ങളെ സമസ്തം പ്രഥമം കൊണ്ടിവിടെ ചൊല്ലിയിടിനേൻ. അമർത്തേന്ദ്രനെപ്പോലെ വസിക്കും നൃപൻ മുന്നിൽ. ഇതി ശ്രീമഹാഭാഗവതേ പ്രഥമസ്കന്ധം സമാപ്തം. ഹരി ഓം. ശ്രീഗുരുഭ്യോ നമഃ. ഹരി ഓം.